മാറിക്കോളി, ചവിട്ട് കൊല്ലണ്ടെങ്കിലും മാറിക്കോളി, മാറാനേ. പോന്നോട്ടെ പോന്നോട്ടെ. കയ്യിലുള്ള മുഴുവൻ ചിന്തകളും മാറിച്ചോ. കളിക്കരുത്, ഡോക്ടർ സുഹരോട് കളിക്കരുത്, ജിന്നോളജിസ്റ്റ് ഡോക്ടർ സുഹരോട് കളിക്കരുത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ ജിന്നുകളുടെയും ശത്രുവാണ് ഞാൻ. അത് വിളിക്കരുത്. കസേരയിലിരിക്കുമ്പോൾ നമ്മൾ ജാഗരൂകരാണ്. ജാഗരൂകരല്ലേ എല്ലാരും? അങ്ങനായ പറ്റൂ. ഓന്റെ പേരെന്താ? അബ്ദുസലാം. ചോദ്യം കേട്ടപ്പോഴേ ഞമ്മക്ക് തോന്നി അബ്ദുസലാമാണെന്ന്. കസേരയിൽ ജിന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ജിന്നിന്റെ പേരിരുന്ന് പോകും. പിന്നെ സംഭവിക്കുന്നത് ഭീകരമായിരിക്കും. കണ്ടില്ലേ ജിന്നിന്റെ പല്ല് കൊണ്ടതാ. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വെറുതെ ഞാനൊരു ജിന്നോളജിസ്റ്റാണ്. എന്താ പോയിട്ടോ? ഇന്നലെ രാത്രി വന്ന് പിന്നെയും കൂക്കി വിളിച്ച് ഹദീസിൽ വന്ന കുറച്ച് ആയത്തുകൾ നമ്മൾ ഓതിത്തരാം. ഉറക്കെ ചൊല്ലിക്കൊടുക്കണം. ഒരു മീൻകാരനായ ജിന്നാണുള്ള നേരത്ത്, അതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത്. ജിന്നുകൾ മീൻ വെക്കും അമ്മ. മുട്ടുസൂചി മുതൽ ബോംബ് വരെ വെക്കുന്ന ജിന്നുകളെ ഞമ്മക്കറിയാം. ജീവൻ വേറും കുട്ടിയല്ല. പെട്ടെന്ന് നടക്കരുത്. ജിന്നുകൾ കയ്യോ കാലോ ഇതിനകത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കാൻ ജിന്നുകൾക്ക് വേദനിക്കും. സർവ്വീകരണം നടക്കൂ. നമ്മൾ അടയ്ക്കാൻ പോവാണ്. കയ്യോ കാലോ പുറത്തിട്ട് ഏതെങ്കിലും ജിന്നുകൾ ഉണ്ടെങ്കിൽ നമ്മളൊറ്റൊന്ന് സഹരിച്ചാല് അതുമില്ല. ഇതെന്താ കഥ? നമ്മളെ ചുറ്റിലും പല കോലത്തിലും അദൃശ്യരായ ജീവികളുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് മക്കാറാണ്. ബുദ്ധമതത്തിൽപ്പെട്ട ഒരു ജിന്നിന്റെ കാലിലെ കുറ്റിപ്പുറത്തെ കോയമൻ അറിയാതെ കട്ടപ്പാറ കുത്തിക്ക് ദേഷ്യം വന്ന ബുദ്ധിച്ച ജിന്ന് കോയമന്റെ ശരീരത്തിൽ തേസ് താമസാക്കി മൂപ്പര് ഉപദ്രവിക്കാൻ തുടങ്ങി ഇല്ലേ? ഒടുക്കം നമ്മളാ ജിന്നിനെ പിടിച്ച് പുറത്താക്കിയത് കേട്ടില്ലേ? ബുദ്ധമതത്തിൽപ്പെട്ട ജിന്ന് പിന്നെ ഒരു മുസ്ലിമായിട്ടാ പുറത്തേക്ക് പോയത്. അതുകൊണ്ടൊരു വടി പോലെ അല്ല ഡോക്ടറെ. നമ്മളിന് തേങ്ങയിടുമ്പോ അത് ജിന്നിന്റെ തലയിൽ വീണ് അതിന്റെ തല പൊട്ടൂലേ? തേങ്ങ മാത്രമല്ല ചക്കയും ഇതിന്റെ തലയിൽ വീഴും. പറഞ്ഞത് നന്നായി. നാളെ നമ്മളെ പെരയില് തേങ്ങ വലിയ വേണ്ടാന്ന് പറയാലോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് ജിന്നയെ മാറിക്കോ ജിന്നയെ മാറിക്കോ. ഞങ്ങളിതാ തേങ്ങടാൻ പോകുന്ന തേങ്ങ വലിക്കാരും തെങ്ങിന്റെ മണ്ടേന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറഞ്ഞാൽ മതിയാ? മതില്ലോ. കേരളത്തിലെ ജിന്നിന് നന്നായിട്ട് മലയാളം അറിയാം ഇല്ലേ? ബീഹാറൊന്ന് കാൺപെട്ടെന്ന് വന്ന കുറെ ജിന്നുകൾക്ക് നമ്മൾ മലയാളം പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അല്ല പിന്നെ എന്താ റസാഖേ? ഇതെന്റെ ഭാര്യ റഹ്മത്ത്. ഓ ജിന്നു കൂടെ പെണ്ണ്. ആ എന്തോളി നിങ്ങൾ പുറത്തേക്ക് ജിന്നുമായിട്ട് നമ്മളിത് ആദ്യം സംസാരിക്കട്ടെ. ഒരു ധൈര്യത്തോടെ നമ്മള് ഡോക്ടർ സുഹനോട് കളിച്ചാൽ ഇവിടത്തെ ജില്ലകൾ വിവരം പറയും. കേരളത്തെ നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോളി. മൂപ്പരെ മുന്നിലെത്തിയ ജിന്നിനെ മൂപ്പരൊരു പാഠം പഠിപ്പിച്ചിട്ട് ബുദ്ധിയുള്ളൂ. മൂപ്പര് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര തുഷ്ടാണ്. മാറിക്കോ, ചവിട്ടി കൊള്ളണ്ടെങ്കിൽ മാറിക്കോ. ഒരു നല്ലൊരു ജിന്നിനെ നമ്മൾ ചവിട്ടി മാറിക്കോ. അതല്ല മാറി പറഞ്ഞു. എന്താ ഉസ്താദ് ഒരു തടസ്സം? ഗൾഫിൽ നിന്നും വന്ന ഒരു അറബ് ജിന്നിന്റെ സാന്നിധ്യം നമ്മൾ ഇവിടെ കാണുന്നു. അല്ല തടസ്സം നോക്കട്ടെ. നമ്മൾ ഉസ്താദ് പേടിക്കണ്ട. മൂപ്പര് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയൊരു ജിന്നിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്.